1979 പരിശുദ്ധ ഹറം ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 47 വർഷങ്ങൾക്ക് മുൻപാണ്. മുമ്പ് സൗദിയിലുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഇത് അറിയുന്നുണ്ടാകും. അതായത് 100ഓളം വരുന്ന ഒരു സംഘം മുസ്ലിങ്ങൾ അവർ സൗദി ഭരണം കളങ്കപ്പെട്ടിട്ടുണ്ടെന്നും ഹറമിലും ചുറ്റുപാടും അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. 632 റസൂലിൻ്റെ കാലശേഷം ലോകത്ത് ഒരുപാട് മഹദി പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട, ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ഒരു സംഭവമാണ് 1979 മക്കയിൽ നടന്ന സംഭവം. ഇത് സംഭവിക്കുന്നത് 1979 നവംബർ മാസം 20 ഹിജ്റ വർഷം 1400 മുഹറം മാസം 1 അറബി ന്യൂ ഇയറിൻ്റെ അന്ന്. ഈ ഡേറ്റൊക്കെ വളരെ കരുതലോടെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഡേറ്റാണ്. മുഹറം 1 ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഒരുപാട് ഹുജ്ജാജുകൾ മക്കയിലുണ്ടാവുന്നൊരു സമയമാണ്. അതുപോലെ ഹിജ്റ വർഷം 1400 എന്ന് പറയുന്നത് ഈ മുജദ്ദിദിനെ കുറിച്ച് പറയുന്ന റസൂലിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. ഓരോ 100 വർഷത്തിൻ്റെ അന്ത്യത്തിലും ഈ മതത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരും എന്നാണ്. അത്തരത്തിൽ വർഷങ്ങളുടെ പ്ലാനിങ്ങിനൊടുവിലാണ് ഇത്തരത്തിലൊരു നീക്കം ഈ കൂട്ടർ നടത്തുന്നത്. ഹിജ്റ വർഷം 1400 മുഹറം 1 ഒരു കൂട്ടം മത തീവ്രവാദികൾ പരിശുദ്ധ ഹറമും കാബാലയവും പിടിച്ചെടുക്കുകയാണ്. ഇതാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നല്ല, ഒരുപാട് മതപണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ആളുകൾ, ഹാഫിദുകൾ, അതുപോലെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ മക്കൾ എല്ലാവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. തീവ്ര മതചിന്തയുള്ള ഈ ആളുകൾ വിചാരിച്ചു ലോകാവസാനമായിട്ടുണ്ട്, മഹദി ഇമാം ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ ഈ ആക്രമണം നടത്തുന്നത്. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഇതിന് ഉണ്ടായിരുന്നു. മാത്രമല്ല ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർക്ക് വേണ്ട ആയുധങ്ങളൊക്കെ ഈ മയ്യത്ത് പെട്ടിയുടെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഇവരിതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഇവർ ഈ ഉദ്ദേശിച്ച ദിവസത്തിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയിട്ട് അവർ സ്ഥാനം പിടിച്ചു. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമിൻ്റെ കയ്യിൽ നിന്ന് ഇവർ മൈക്ക് പിടിച്ചു മേടിച്ചു. അതിൽ കൂടെ അവർ മഹദി പ്രഖ്യാപനം നടത്താൻ തുടങ്ങി. ഈ ഒരു ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ജുഹൈമാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സൈഫ് അൽ ഉതൈബി എന്ന ഒരു സൗദിക്കാരൻ തന്നെയാണ്. ഇയാൾ നജ്ദ് ഭാഗത്തു നിന്നുള്ള ത്വായിഫിൻ്റെ ഒക്കെ ആ ഒരു പ്രദേശത്തു നിന്നുള്ള ഒരു സൗദി പൗരൻ തന്നെയാണ്. ഉത്തൈബ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. ഈ തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ വേണ്ടി നിന്നിരുന്ന 2 പോലീസുകാർ, അവരുടെ കയ്യിൽ വടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ 2 പോലീസുകാരെയും ഇവർ വെടിവെച്ച് കൊന്നു. ഇമാമിൻ്റെ കയ്യിൽ നിന്ന് ഇവർ മൈക്ക് പിടിച്ചു വാങ്ങി. അതിലൂടെ അവരിങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങി, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ മഹദി ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്രവാചകൻ്റെ കുറേ ഹദീസുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് ഇവരിത് പറയുന്നത്. പ്രവാചകൻ പ്രവചിച്ച പോലെ നിങ്ങളുടെ മഹദി ഇമാം ഇവിടെ ഇതാ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ ജുഹൈമാൻ ഒരാളെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി. അയാളുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖഹ്താനി എന്നാണ്. ഇത് ഈ ജുഹൈമാൻ്റെ തന്നെ ഭാര്യ സഹോദരനാണ്, അളിയനാണ്. ഈ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖഹ്താനി എന്ന് പറയുന്ന ആളെ നിങ്ങളുടെ മഹദി ഇതാ എന്നും പറഞ്ഞ അയാളെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി. പറയപ്പെടുന്നത് ഈ പറയപ്പെട്ട മഹദിക്ക് ഹദീസുകളിൽ പറയപ്പെട്ട പോലെ വിശാലമായ നെറ്റിത്തടവും കൂർത്ത മൂക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഈ കൂട്ടർ മസ്ജിദുൽ ഹറാം മൊത്തം വളഞ്ഞു. ഹറമിൻ്റെ ഓരോ ഡോറുകളും, വലിയ വാതിലുകളും ഇവർ ചങ്ങലയിട്ട് കെട്ടിപ്പൂട്ടി. ഓരോ ഭാഗത്തും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സബ്മെഷീൻ ഗണ്ണും മറ്റ് ആയുധങ്ങളൊക്കെ ആയിട്ട് ഇവർ നിലയുറപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഹുജ്ജാജുകളോട് ഇവർ മഹദിക്ക് വന്ന് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നത് കുറേ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗാളികളും അതുപോലെയുള്ള ആളുകളൊക്കെയാണ്. അവർക്കിത് എന്താ നടക്കുന്നത് എന്ന് പോലും മനസ്സിലായിട്ടില്ല. അതിൽ കുറേ ആളുകൾ വന്നിട്ട് ഈ മഹദിക്ക് ബയ്യത്ത് ചെയ്തു എന്നാണ്. കാരണം ഇവരൊക്കെ ഗൺ പോയിന്റിലാണ് വന്നിട്ട് മഹദിക്ക് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. എല്ലായിടത്തും തോക്കും മെഷീൻ ഗണ്ണും വെടിയൊച്ചയും, എല്ലായിടത്തും സബ്മെഷീൻ ഗണ്ണുമായിട്ട് ഈ കൂട്ടർ വളഞ്ഞിട്ടുണ്ടായിരുന്നു. മസ്ജിദുൽ ഹറാമിൻ്റെ എല്ലാ മിനാരങ്ങളിലും സ്നൈപ്പർ ഗണ്ണുമായിട്ട് ഈ കൂട്ടർ നിലയുറപ്പിച്ചു. നമ്മളിന്ന് കാണുന്ന അതേ കെട്ടിടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം അങ്ങനെ ലോകം മുഴുവൻ പാട്ടായി. സൗദി ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുണ്ടായിരുന്നില്ല. അവരെങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഫഹദ് രാജാവിൻ്റെ ഭരണകാലത്തിന് തൊട്ട് മുൻപാണ്, ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലത്ത്. ഈ കൂട്ടർ പള്ളിയുടെ പുറം ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ടെലിഫോൺ ലൈനൊക്കെ ഇവർ കട്ട് ചെയ്തു.
അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എത്ര പേര് കുടുങ്ങിപ്പോയിട്ടുണ്ട്, ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ അവർ എത്ര പേരുണ്ട്, ഇതൊന്നും പുറത്തറിയുന്നില്ല. ഏതാണ്ടൊരു പകൽ കഴിയും വരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. അങ്ങനെ ഏതാണ്ട് 24 മണിക്കൂറിന് ശേഷം ഈ സൗദി സെക്യൂരിറ്റി ഫോഴ്സ് ഈ പള്ളി തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് 100ഓളം സൈനികർ പള്ളിയിലേക്ക് ഇരച്ചു കയറി വരുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടർ എല്ലാ നിലക്കും സജ്ജരാണ്. അങ്ങോട്ടേക്ക് വന്ന മിക്കവാറും സൈനികരെ ഈ കൂട്ടർ വെടിവെച്ച് കൊന്നു. ബാക്കിയായ കുറച്ച് സൈനികർ മാത്രം ഗുരുതര പരിക്കോടുകൂടി തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നടക്കുന്നത് പരിശുദ്ധ ഹറമിലാണ്. കാബാലയത്തിൻ്റെ ചുറ്റും ചോരക്കളിയായി. ഇതും കൂടി ആയപ്പോൾ സൗദി ഗവൺമെൻറ് ആ കൂടി പരിഭ്രാന്തിയിലായി. അവർക്കിപ്പോൾ ഇതെന്താ നടക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപമല്ല. കാരണം ഇതൊക്കെ നടക്കുന്നത് പരിശുദ്ധ ഹറമിൽ വെച്ചിട്ടാണ്. ഈ ഹറമിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിന് മതപരമായിട്ടുള്ള ചില പരിമിതികളൊക്കെ ഉണ്ട്. ഈ സ്ഥിതി അങ്ങനെ 2 ആഴ്ചത്തോളം നീണ്ടുപോയി എന്നാണ്. മസ്ജിദുൽ ഹറമിൽ ബാങ്കുമില്ല, നിസ്കാരമില്ല, തവാഫും നടക്കുന്നില്ല. 2 ആഴ്ചക്കാലം ഈ കൂട്ടർ മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും അവരോട് പിന്തുണക്കും എന്നവർ വിചാരിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു പിന്തുണ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സൈനികർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഗവൺമെൻറ് തകരും, അത്തരത്തിലിവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 2 ആഴ്ചത്തോളം കഴിഞ്ഞുപോയി. ഇവർ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഏതാണ്ട് ഒരു 4-5 ദിവസത്തിനുള്ളിലായിട്ട് ഇവർ പിടിച്ചു വെച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇവർ വിട്ടയക്കുന്നുണ്ട്. അതിനുശേഷം കുറേ പുരുഷന്മാരെയും വിട്ടയച്ചതായിട്ട് പറയുന്നുണ്ട്. കാരണം ഇത്രയും നീണ്ട ദിവസങ്ങൾ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് 2 ആഴ്ചകൾക്ക് ശേഷം സൗദി മിലിറ്ററി ഫോഴ്സ് ഫ്രഞ്ച് കമാൻഡോസിൻ്റെ സഹായത്തോടെ, അതായത് GIGN എന്ന് പറയുന്ന ഫ്രഞ്ച് കമാൻഡോസിൻ്റെ സഹായത്തോടെ, അതായത് ഈ ഫ്രഞ്ച് കമാൻഡോസിനെ ഇവർ തോയിഫിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ഈ സൗദി മിലിറ്ററി ഫോഴ്സിനെ ഈ ഫ്രഞ്ച് കമാൻഡോസ് ഒരുപാട് വ്യത്യസ്തമായ യുദ്ധമുറകൾ, അതായത് 1-ാം ലോക മഹായുദ്ധകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ചില യുദ്ധമുറകൾ ഇവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഈ മസ്റ്റാർഡ് ഗ്യാസിൻ്റെ, ടിയർ ഗ്യാസിൻ്റെ ഉപയോഗം, അതുപോലെ ഈ വെള്ളത്തിലൂടെ കറണ്ട് കടത്തിവിട്ടിട്ടുള്ള എന്തൊക്കെയോ പ്രയോഗങ്ങൾ, അത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള ചില യുദ്ധമുറകൾ, ചില പ്രയോഗങ്ങൾ ഈ ഫ്രഞ്ച് കമാൻഡോസ് സൗദി മിലിറ്ററി ഫോഴ്സിനെ പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ 2 ആഴ്ചക്കൊടുവിൽ പരിശുദ്ധ ഹറമിൽ, കാബയുടെ മറവിൽ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുകയാണ്. ഇതാ സമയത്തുണ്ടായിരുന്ന വലിയ ആലിമീങ്ങളുടെ ഫത്വയൊക്കെ എടുത്തിട്ടാണ് ഇവർ ഈ തരത്തിലുള്ള ഒരു യുദ്ധമുറയിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ കാബാലയത്തിൻ്റെ അടുത്ത് വെച്ച് വലിയ യുദ്ധം നടന്നു. 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. സഫാ മർവയുടെ ഇടയിലൊക്കെ യുദ്ധ ടാങ്കുകൾ ഇരച്ചു കയറി. ഈ യുദ്ധ ടാങ്കുകൾ കയറിയതിൻ്റെ ഫലമായിട്ട് സഫാ മലയുടെ അടുത്തുള്ള പടികളൊക്കെ തകർന്നു എന്നാണ്. അതിലിടയ്ക്ക് ഈ ഭീകരവാദികളുടെ ഒരു ഗ്രനേഡ് ആക്രമണത്തിൽ, ഈ പറയപ്പെട്ട മഹദിയുടെ ആക്രമണത്തിലാണെന്ന് പറയുന്നുണ്ട്, ഒരു യുദ്ധ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ ഒരു ടാങ്ക് പൊട്ടിത്തെറിച്ചത് അവർക്ക് വലിയൊരു ധൈര്യമായി മാറി എന്നാണ്. കാരണം അള്ളാഹു അവരുടെ ഭാഗത്താണ്, സത്യം അവരുടെ കൂടെയാണ് എന്നവർക്ക് തോന്നി. ഇതവർക്ക് കൂടുതൽ ധൈര്യവും പ്രതീക്ഷയും പകർന്നു എന്നാണ്. അങ്ങനെ ദീർഘനേരത്തെ വലിയ യുദ്ധത്തിന് ഒടുവിൽ ഈ ഫ്രഞ്ച് കമാൻഡോസിൻ്റെ സഹായത്തോടെ ഈ പറയപ്പെട്ട സംഘത്തിലെ മിക്കവാറും ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഈ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ കഹ്താനി എന്ന് പറയുന്ന അവരുടെ പറയപ്പെട്ട മഹദി കൊല ചെയ്യപ്പെട്ടു. ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ജുഹൈമാനെ അടക്കം 70ഓളം ഭീകരരെ സൗദി ഫോഴ്സ് ജീവനോടെ പിടിച്ചു. ഈ മഹദി കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ ഇവരുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ കീഴടങ്ങി. എന്തായാലും ഈ പിടിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും, അതായത് 15 വയസ്സിന് താഴെയുള്ള 4-5 പേരെ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും സൗദിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് സൗദി അതോറിറ്റി തലവെട്ടി കൊന്നുകളഞ്ഞു. ഏതാണ്ട് 1.5-2 മാസത്തിനുള്ളിലായിട്ട് സൗദിയിലെ പ്രധാന പട്ടണങ്ങളിൽ വെച്ചിട്ട് ഈ മുഴുവൻ ആളുകളെയും സൗദി അതോറിറ്റി തലവെട്ടി കൊന്നുകളഞ്ഞു. ഈ ഭീകരരുടെ കൂട്ടത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യമനികളും മസരികളും പാകിസ്ഥാനികളും ഒരു അമേരിക്കക്കാരൻ വരെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ ഒരുപാട് ഹദീസുകൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഹറമിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു കലാപരിപാടി അവർ നടത്തുന്നത്. ഈ പറയപ്പെട്ട മഹദിയുടെ പേര് ഹദീസിൽ പറയപ്പെട്ട പോലെ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നായിരുന്നു.
ഖുറൈശി ഗോത്രത്തിൻ്റെ താവഴിയായിരുന്നു കഹ്താനി. ഇയാൾക്ക് വിശാലമായ നെറ്റിത്തടവും നീണ്ടുകൂർത്ത മൂക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇയാൾ ബയ്യത്ത് സ്വീകരിക്കാൻ വേണ്ടി വന്ന് നിന്നത് ഹദീസിൽ പറയപ്പെട്ട പോലെ റുക്കൻ്റെയും മക്കാമിൻ്റെയും ഇടയിലാണ്. എല്ലാം ഓക്കെയാണ്. ഒന്നു മാത്രമാണ് ശരിയാകാതെ പോയത്. മഹദിയെ ലക്ഷ്യമാക്കി വരുന്ന ആ ഒരു വലിയ സൈന്യത്തെ അള്ളാഹു ഭൂമി പിളർത്തി ഇല്ലാതെയാക്കും എന്നാണ് ഹദീസ്. അത് മാത്രം നടന്നില്ല. അതിലായിരുന്നു അവരുടെ അവസാനത്തെ പ്രതീക്ഷ. പക്ഷെ അത് മാത്രം നടന്നില്ല. അങ്ങനെ